ബാക്ക് ടു സൈലം ബാങ്കിങ്. IBPS PO പ്രിലിംസ് ഈ വരുന്ന ശനി ഞായർ 23, 24 തീയതികളിൽ നടക്കാൻ പോവാണ് അല്ലെ. അപ്പോ എങ്ങനെയായിരിക്കും ഈ കൊല്ലത്തെ കട്ട് ഓഫ്? ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജസ്റ്റ് വേക്കൻസിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. വേക്കൻസി ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ആ എക്സാമിന്റെ ലെവൽ എങ്ങനെയായിരുന്നു, ഈസി ആയിരുന്നോ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിരുന്നോ, ഡിഫിക്കൽട്ടി ലെവൽ ആയിരുന്നോ, അതേപോലെ ആ കൊല്ലം എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറേ അധികം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് വരിക. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ 5 വർഷത്തെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കട്ട് ഓഫ് എത്രയാണ് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ. കട്ട് ഓഫിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ IBPS POയുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും എക്സാം പാറ്റേൺ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാം, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ പ്രിലിംസിന് 3 സബ്ജക്ട് മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പ്രിലിംസിന് ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരിക്കും 20 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 35 ക്വസ്റ്റ്യനും ഈ കൊല്ലം 35 മാർക്കല്ല 30 മാർക്കാണ്. പക്ഷേ സെക്ഷണൽ ടൈമിംഗ് അതേപോലെ തന്നെ 20 മിനിറ്റ് ആണ് സമയം. റീസണിംഗ് ആണെങ്കിൽ വെയിറ്റേജ് കൂടുതലാണ്. 35 ക്വസ്റ്റ്യനും 35 മാർക്കല്ല 40 മാർക്കാണ്. ആ കൊല്ലം എത്രയാണ് ടൈം വന്നിരിക്കുന്നത്? 20 മിനിറ്റ്സ് ആണ് ടൈം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് 60 മിനിറ്റ്, അതായത് 1 അവർ ആണ് നമ്മളുടെ പ്രിലിംസിന്റെ എക്സാം ടൈം. 20 മിനിറ്റ് 20 മിനിറ്റ് 20 മിനിറ്റ്. ഇതേപോലെ തന്നെ നമുക്ക് മെയിൻസിന്റെ എക്സാം പാറ്റേണോടെ നോക്കിയിട്ട് കട്ട് ഓഫിലേക്ക് കടക്കാം. റീസണിംഗ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആണ്, പക്ഷെ ടോട്ടൽ മാർക്ക് മാക്സിമം മാർക്ക് വരുന്നത് എത്രയാണ്? 60. നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 50 മിനിറ്റ് മാത്രമായിരിക്കും. ഇംഗ്ലീഷ് 35 ക്വസ്റ്റ്യൻ 40 മാർക്ക് 40 മിനിറ്റ് ആണ് നമുക്ക് സമയമുള്ളത്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 35 ക്വസ്റ്റ്യൻ 50 മാർക്ക് 45 മിനിറ്റ് ആണ് സമയം. ദെൻ ജനറൽ എക്കണോമി ആൻഡ് അവയർനെസ്, നമ്മളുടെ കറണ്ട് അഫയേഴ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ 35 ക്വസ്റ്റ്യൻ 50 മാർക്ക് 25 മിനിറ്റ്. ഇതാണ് നമ്മളുടെ എക്സാം പാറ്റേൺ മെയിൻസിന്റെ. അപ്പൊ ടോട്ടൽ ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 145 പ്ലസ് എക്സ്ട്രാ 2 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനും മാർക്കോ ടോട്ടൽ 200 മാർക്കും അതേപോലെ ഡിസ്ക്രിപ്റ്റീവിന്റെ 25 കൂടെ കൂട്ടി 225 എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെയിൻസിന്റെ സ്കോർ വരുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ 160 മിനിറ്റ്സ് ആണ് നമുക്ക് ടൈം. സെപ്പറേറ്റ് ഡിസ്ക്രിപ്റ്റീവിന് എത്രയാണ്? 30 മിനിറ്റ്സ് ടൈമുണ്ട്. ഇതാണ് നമ്മളുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ 5 വർഷത്തിലെ പ്രിലിംസിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. 2024 കഴിഞ്ഞ വർഷം ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞ 4455. ഈ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്ന സമയത്തെ വേക്കൻസി ആണ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിക്കുമ്പോൾ മനസ്സിലാകും, ചില ബാങ്കിൽ NR എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നോട്ട് റിപ്പോർട്ടഡ്. അത് പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ട് ഇതിനെക്കാട്ടിലും വേക്കൻസി എന്തായാലും കൂടും. ഇത് നോട്ടിഫിക്കേഷൻ വന്ന വേക്കൻസി ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. 2024 4455 വേക്കൻസി ഉള്ളപ്പോ നമ്മുടെ കട്ട് ഓഫ് പ്രിലിംസിന് ഔട്ട് ഓഫ് 100 ആണ് 48.5 ആയിരുന്നു. ഒത്തിരി വലിയ കട്ട് ഓഫ് ഒന്നും പോയില്ല, 48.5 ആയിരുന്നു നമ്മളുടെ കട്ട് ഓഫ്. ഇത് പ്രിലിംസിന്റെ ആണ്. ദെൻ മെയിൻസിൽ ആ കൊല്ലം വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 66.50. ഇത് ഔട്ട് ഓഫ് 225 മെയിൻസിന്റെ കട്ട് ഓഫ് ആണ്. അതായത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ടോട്ടൽ മാർക്ക് നമ്മളിപ്പോ പറഞ്ഞു 225. ആ 225 കഴിഞ്ഞ വർഷം വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 66.5 ആയിരുന്നു. 2023 നമ്മുടെ വേക്കൻസി 3049 വേക്കൻസിയെ ഉള്ളായിരുന്നു. ആ കൊല്ലം കട്ട് ഓഫ് വന്നത് 54.25 ആ. ഓക്കെ, ദെൻ ആ കൊല്ലത്തെ മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 63 ഔട്ട് ഓഫ് 225. ദെൻ 2022 6000 വേക്കൻസി ഉണ്ടായിരുന്നു. 6932 വേക്കൻസി ഉള്ളപ്പോൾ നമ്മുടെ കട്ട് ഓഫ് പോയത് 49.75 ആയിരുന്നു. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 4455 വേക്കൻസി ഉള്ളപ്പോഴും 48.54, ഇവിടെ 6000 വേക്കൻസി ഉള്ളപ്പോഴും 49 വന്നിട്ടുള്ളത്. കണ്ടോ? അപ്പൊ ശരിക്കും വേക്കൻസി മാത്രമല്ല കട്ട് ഓഫിന്റെ മാനദണ്ഡം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. ആ വർഷത്തെ എക്സാമിന്റെ ലെവല് എല്ലാ കാര്യങ്ങളും അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ആ കൊല്ലത്തെ മെയിൻസിന്റെ കട്ട് ഓഫ് ഇച്ചിരി കൂടുതലായിരുന്നു, 71.25 ആയിരുന്നു. ദെൻ 2021 4135 വേക്കൻസി ഉള്ളപ്പോൾ നമ്മുടെ കട്ട് ഓഫ് പോയത് 50.50 ആണ്. ആൻഡ് മെയിൻസിന്റെ കട്ട് ഓഫ് 80.75. ദെൻ 2020 3517 വേക്കൻസി ഉള്ളപ്പോൾ നമ്മുടെ കട്ട് ഓഫ് പോയിട്ടുള്ളത് 58.75 ആണ്. ഓക്കെ, ആ കൊല്ലത്തെ മെയിൻസിന്റെ കട്ട് ഓഫ് 83. അപ്പൊ നിങ്ങൾ ഈ പ്രിലിംസിന്റെ ആദ്യം നമുക്ക് ഈ പ്രിലിംസ് മാത്രം ഒന്ന് നോക്കാം.
ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ കൊല്ലത്തെ ഒരു സേഫ് അറ്റംപ്റ്റ് നമ്മുടെ ഈ 2025 എത്രയാ വേക്കൻസി? 5208 വേക്കൻസി ആണ്. അതിൽ ചില ബാങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അപ്പൊ ഇതിനേക്കാൾ കൂടും. ഇതുമെല്ലാം നോട്ടിഫിക്കേഷൻ വന്ന സമയത്തെ വേക്കൻസി ആണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ കൊല്ലത്തെ വേക്കൻസി എന്ന് പറയുന്നത് 5208 ആണ് വേക്കൻസി. അപ്പൊ ഈ കൊല്ലം നമ്മൾ ഒരു സേഫ് അറ്റംപ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര വരാൻ ചാൻസ് ഉണ്ട്? നമുക്കൊരു സേഫ് അറ്റംപ്റ്റ് പറയാൻ പറ്റൂ. എക്സാം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് എത്രയായിരിക്കും എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 48.5, 54.25, 49.75, 50.50, 58.75. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 2020ലാണ് അല്ലെ. അന്ന് വേക്കൻസി 3570 ബാക്കി എല്ലാം നമുക്കൊരു 50, പിന്നെ 2023 54 പോയിട്ടുണ്ട് അല്ലെ. ബാക്കി കഴിഞ്ഞ വർഷം നോക്കിയാലും അതിന്റെ 2022 നോക്കിയാലും 50ക്ക് താഴെയായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. നമുക്കിതെല്ലാം കൂടെ നമ്മൾ നോക്കിയാൽ നമുക്കൊരു സേഫ് അറ്റംപ്റ്റ് 60 പറയാം. എപ്പോഴും നമ്മൾ POയ്ക്ക് പറയുക ഒരു സേഫ് അറ്റംപ്റ്റ് 60 ആണ്. ഈ കൊല്ലം പക്ഷെ നമുക്ക് വേക്കൻസി കുറച്ചും കൂടെ ഉണ്ട്. 5208 ആണ് വേക്കൻസി വരിക. പിന്നെ നമ്മൾ എക്സാമിന്റെ ലെവൽ നോക്കണം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എത്ര ഞാനൊരു സേഫ് അറ്റംപ്റ്റ് എത്ര അറ്റംപ്റ്റ് ചെയ്യണം, നമ്മൾ മോക്കൊക്കെ ചെയ്യുമ്പോൾ എത്ര അറ്റംപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ അതിന് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇവിടെ മെയിൻസിന്റെ കേസ് നോക്കിക്കേ, പ്രിലിംസ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മെയിൻസ് ഉണ്ടാകും. മെയിൻസിന്റെ കേസ് ഒന്ന് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 83 ആണ്. സെയിം 2020ലാണ് 83 കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 225. അല്ലാതെ 2022ലും പിന്നെ അതേപോലെ തന്നെ 2021ലും അത്രയും വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വളരെ കുറവായിരുന്നു, 66ഉം അതിന്റെ മുന്നിലത്തെ വർഷം 60 ഉള്ളായിരുന്നു. അപ്പോൾ അത് എക്സാമിന്റെ ലെവലും പിന്നെ ഈ പറഞ്ഞ പോലെ വേക്കൻസിയും എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എത്ര പോകണം അല്ലെ. നമുക്ക് ഒരു സേഫ് അറ്റംപ്റ്റ് പറയാൻ പറ്റുക 60 ആണ്. ഈ 5 വർഷത്തെ നോക്കുമ്പോൾ നമുക്കൊരു ഏറ്റവും ഹയസ്റ്റ് വന്നത് 58.75 ഞാനൊരു കുറച്ചും കൂടെ കൂട്ടി ഒരു 60 നമുക്കൊരു സേഫ് അറ്റംപ്റ്റ് പറയാം. പിന്നെ ബാക്കി എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസിന്റെ ലെവൽ എങ്ങനെയായിരുന്നു, ഈസി ആയിരുന്നു, മോഡറേറ്റ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബേസ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു എക്സാമും നമ്മൾ എഴുതാൻ പോകുന്ന എല്ലാ എക്സാംസിന്റെയും പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, അതിന് നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു IBPS PO കഴിഞ്ഞുകൊണ്ട് തീർന്നോ? ഇല്ല. അതിനുശേഷം നമുക്ക് എന്ത് വരാനുണ്ട്? SBI ക്ലർക്ക് വരാനുണ്ട്, IBPS ക്ലർക്ക് വരാനുണ്ട്, അതിനുശേഷം RRB PO, RRB ക്ലർക്ക്, ദെൻ ഇപ്പൊ LIC AA നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഇനിയും നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. എക്സാമിന്റെ സീസൺ ആണ്. ഇതിനെല്ലാം ഒറ്റ സിലബസ് ആണ്. ഒറ്റ സിലബസും ഒരുപാട് പരീക്ഷകളുമാണ് നമ്മളുടെ ഈ ഒരു ബാങ്കിങ് സെക്ടറിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് ബേസ് മുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പുതിയ ബാച്ച് ഏതാണെന്ന് ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. സോ ഇനി വരാൻ പോകുന്ന എക്സാം RRB PO ആൻഡ് RRB ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ബാച്ച് RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച് 2.0 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 10 ടോട്ടൽ 350+ അവേഴ്സ് ഓഫ് ലൈവ് ക്ലാസ്സസ് ആണ്. അതിന്റെ എല്ലാത്തിന്റെയും റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഡെയിലി 2 to 3 അവേഴ്സ് ആയിരിക്കും ക്ലാസ്സസ് വരിക, വീക്ക്ലി 5 to 6 days. അപ്പൊ നമ്മുടെ ഫീ വരുന്നത് 5499 ആണ്. അപ്പൊ നമുക്ക് നല്ല നാട്ടിലൊരു ജോലി അല്ലെ. ഇനിയിപ്പം നമ്മുടെ RRBയുടെ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എക്സാമിന്റെ ഡേറ്റ് നമുക്കറിയാം. പ്രിലിംസ് നവംബറിൽ ഉണ്ടാകും, ഡിസംബറിലും അതേപോലെ തന്നെ ഫെബ്രുവരിയിലുമായിട്ട് നമുക്ക് മെയിൻസ് ഉണ്ട്. സോ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലേ പറ്റൂ. ഓക്കെ, അപ്പൊ ബേസ് മുതൽ പ്രിലിംസിനും മെയിൻസിനും ഇന്റർവ്യൂവിനും എല്ലാത്തിനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി തുടങ്ങാനുള്ള ബാച്ചാണ് നമ്മളുടെ RRB PO ആൻഡ് ക്ലർക്ക്. അതേപോലെ അതിപ്പം ബേസ് തൊട്ട പ്രിലിംസും മെയിൻസും ബേസ് തൊട്ടായിരിക്കും RRB PO ആൻഡ് ക്ലർക്കിൽ നമ്മളുടെ ക്ലാസ് പോവാം. മെയിൻസിന് ക്ലാസ് ഉണ്ടോ എന്ന് ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വരാൻ പോകുന്നത് SBI PO മെയിൻസ്, IBPS PO മെയിൻസ്, RRB PO മെയിൻസ് എല്ലാത്തിനും മെയിൻസ് ഉണ്ട് അല്ലെ. മെയിൻസ് നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. ബേസ് മുതൽ തന്നെ അല്ല, മെയിൻസിന്റെ 100% സിലബസ് കവർ ചെയ്ത് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്ത് എക്സാം ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് പ്രിലിംസ് കഴിഞ്ഞ ഉടനെ, അതായത് IBPS POയുടെ പ്രിലിംസ് കഴിഞ്ഞ ഉടനെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് മെയിൻസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ നമ്മളുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും ഞാനിപ്പോൾ പറഞ്ഞത് ഓൺലൈൻ ആണ്. ഇനി ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് നമുക്ക്
റെഗുലർ ബാച്ചും ഉണ്ട്, റിപ്പീറ്റേഴ്സ് ബാച്ചും ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫ്ലൈനെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, വരുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.